ഔഷധസസ്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കാനും കൃഷിയിൽ താൽപ്പര്യം ഉണ്ടാക്കിയെടുക്കാനുമായി വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതിക്ക് പാലക്കാട് ഓങ്ങല്ലൂരിൽ തുടക്കമായി. 10 വിദ്യാലയങ്ങളാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഠനത്തോടൊപ്പം പ്രകൃതി അറിയാനും മനസ്സിലാക്കാനും ലക്ഷ്യമിട്ടാണ് വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതി നടപ്പാക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ 10 വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടത്തുന്നത്. ഓങ്ങല്ലൂർ മൂലൂർക്കര ALP സ്കൂളിൽ സജ്ജമാക്കിയ ഔഷധോദ്യാനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി അവബോധമുണ്ടാക്കാനും ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഈ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായി അറിവ് ലഭ്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഒരു കൃഷി ചെയ്യാനും അതുപോലെ പരിസ്ഥിതി സൗഹൃദമായി ഇരിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചുമൊക്കെയുള്ള അറിവ് ലഭ്യമാക്കാനുമൊക്കെ ഇത് സഹായിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ജൈവ വൈവിധ്യ പാർക്കുകൾ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വരുന്നത് നമുക്ക് ശ്രദ്ധേയമായ കാര്യമായിട്ട് കാണാൻ കഴിയും. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കേവലം ജൈവ വൈവിധ്യം മാത്രമല്ല, ആയുർവേദ ഗുണമുള്ള പല മെഡിസിനൽ പ്ലാന്റ്സും ഇവിടെ പ്ലാന്റ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് ലഭ്യമാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്ന ആ ഒരു സംസ്കാരം നിലനിർത്താൻ കൂടി അത് സഹായിക്കുമെന്നതിൽ യാതൊരു സംശയം. 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടത്തുന്നത്. 25 ഇനം സസ്യങ്ങളാണ് ഉദ്യാനത്തിലുള്ളത്. തുള്ളിനന സംവിധാനമാണ് അവലംബിച്ചിരിക്കുന്നത്. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കാനും കൃഷിയിൽ താൽപ്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പുഷ്പലത, ജലജ ശശികുമാർ, മറ്റു മെമ്പർമാർ, സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.